ഇന്നലെ ആഗ്രയെത്തി രാവിലെ തന്നെ താജ്മഹലിലേക്ക് പോവുകയാണ്. ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ നമ്മളിന്ന് കാണാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫ്രണ്ട് ഒരാളിവിടെ ഉണ്ട്. പുള്ളി ഇവിടെ ഓട്ടോയൊക്കെ ഓടിക്കുന്ന ആളാണ്. പുള്ളിക്ക് അത്യാവശ്യം മലയാളം കാര്യമൊക്കെ അറിയാം. അപ്പോൾ പുള്ളി രാവിലെ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്തോളാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ആറ് മണിയല്ല 6:30 വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു 6:30 ആയപ്പോൾ ഞാനും വേദയായിരുന്നൊക്കെ റെഡിയായി നിൽക്കുകയാണ്. തണുപ്പെന്ന് പറയാൻ ഭയങ്കര കാര്യമായിട്ടില്ല. ഇന്നലെ നമ്മൾ മധ്യപ്രദേശിൽ അനുഭവിച്ച തണുപ്പ് അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഇവിടെ ഉത്തർപ്രദേശിലില്ല കേട്ടോ. അത് ഇന്നൊരു ദിവസത്തെ ക്ലൈമറ്റ് വ്യത്യാസം കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. അവിടുത്തെ തണുപ്പ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് കവർ ചെയ്യേണ്ട തണുപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ താജ്മഹലിലൊക്കെ എത്തിക്കാമെന്ന് പറഞ്ഞ അഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. അഹമ്മദ് ഭായ് എന്നാണ് ഇവിടെ പറയുന്നത്. പുള്ളി ഭയങ്കര ഫേമസ് ആട്ടോ ഇവിടെ. അപ്പോൾ പുള്ളി അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ മലയാളം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ആഗ്രയിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് താജ്മഹലും നമ്മുടെ ആഗ്ര ഫോർട്ടുമാണ്. വേറെ അങ്ങ് കയറുന്നില്ല. ഉച്ചയാകുമ്പോൾ നേരെ നമ്മൾ വൃന്ദാവനം തിരിക്കും കേട്ടോ, മധുര തിരിക്കും. നമ്മുടെ ഭാഗ്യം കൊണ്ടാവാം ക്ലൈമറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ ഇറങ്ങിയ പാടെ ഒന്ന് ചായ എല്ലാം കുടിച്ചിട്ട് പോകാമെന്ന് കരുതി. രാവിലെ ചായയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ കുഞ്ഞ് ഗ്ലാസ്സിലാട്ടോ ചായ തരുന്നത്. അപ്പോൾ ഈ അഹമ്മദ് ഭായ് പറയുന്നുണ്ട്, എന്തെങ്കിലും മോക്ക് വേണമെങ്കിൽ വാങ്ങിക്കൊടുക്കുക, ബിസ്ക്കറ്റോ എന്തെങ്കിലും. താജ്മഹലിലൊക്കെ കയറിയിട്ട് പിന്നെ ഇറങ്ങാൻ ലേറ്റ് ആവണമെങ്കിൽ വിശക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വേണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ താജ്മഹലിലേക്ക് ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തു. കാരണം അവിടെ ചെന്ന് ബുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ സീസണൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കാവും. ഓൺലൈനിൽ അവർക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, അതുവഴി ബുക്ക് ചെയ്യാം. പുറമേ നിന്ന് കാണാനായിട്ട് 45 രൂപയുള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ എക്സ്ട്രാ 200 റുപ്പീസ് കൂടെ ഉണ്ട്. അതായത് താജ്മഹലിനകത്ത് അല്ലെങ്കിൽ പുറമേ നിന്ന് നമുക്ക് ഫോട്ടോയിലൊക്കെ എടുക്കാൻ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അകത്തൂടെ കയറുന്ന രീതിയിലാണ് എടുത്തത്. 250 റുപ്പീസ് ഒരാൾക്കായി. അപ്പോൾ മോൾക്ക് എടുക്കണ്ടായിരുന്നു, പക്ഷേ ഞാൻ എടുത്തു. 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇവിടെ ഫ്രീ ആണ്. പക്ഷേ ഞാൻ അറിയില്ലായിരുന്നു, ചൈൽഡിൻ്റെ ഓപ്ഷൻ കുത്തിയിട്ട് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അഡൽറ്റ് തന്നെയാണ് ബുക്ക് ചെയ്തത്. അച്ഛൻ വരുന്നു എന്ന് എഴുതിയിട്ട് അച്ഛനും ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ടോട്ടൽ 4 ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിന് മാത്രം ടിക്കറ്റ് മതിയായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ ഇവിടെ നിന്ന് ഒരു ചായ, ബിസ്ക്കറ്റൊന്നും കഴിച്ചില്ല. ബിസ്ക്കറ്റ് അഹമ്മദ് ഭായ് വാങ്ങി വെച്ചോളൂ, കഴിക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾ വാങ്ങിയില്ല. എന്തായാലും നമ്മൾ ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യില്ല. ഈ വീഡിയോ എടുക്കുന്നൊരു താമസമേ വരുള്ളൂ. പിന്നെ കണ്ടിട്ടൊക്കെ ആഗ്ര ഫോർട്ട് മാത്രമേ കയറുന്നുള്ളൂ, വേറെ ഇടത്തും കയറുന്നില്ല. അപ്പോൾ പുള്ളി തന്നെ ഇങ്ങോട്ട് പറയുന്നുണ്ട്, ഇവിടെ നിന്നൊന്നും ഒരു സാധനവും വാങ്ങരുത്, നിങ്ങൾ ടൂറിസ്റ്റ് ആണെന്ന് കണ്ടാൽ കഴുത്തറുത്ത് കളയും, അതുകൊണ്ട് ഇവിടെ നിന്നൊന്നും ഒന്നും വാങ്ങരുത് എന്നൊക്കെ പുള്ളി ഇങ്ങോട്ട് പറയാം കേട്ടോ. പുള്ളി ഈ നാട്ടുകാരനാണ്, ഉത്തർപ്രദേശുകാരനാണ്. പക്ഷെ മലയാളം അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യേ. അങ്ങനെ ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ ഞങ്ങളെ താജ്മഹലിൻ്റെ മുന്നിൽ അദ്ദേഹം ഡ്രോപ്പ് ചെയ്തിട്ട് പുള്ളി ഭയങ്കര ബിസിയാണെന്ന്. ഒരുപാട് മലയാളീസൊക്കെ വരുന്നുണ്ട്. കൂടുതലും മലയാളീസ് ആയിട്ടോ കണക്ഷൻ പുള്ളിക്ക്. ഇവിടെ ഞാൻ റൂമിൽ ഇരുന്ന് ഡബ് ചെയ്യാണ്. പുറത്തൊക്കെ ഭയങ്കര ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഈ താജ്മഹലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മെട്രോ സ്റ്റേഷനൊക്കെ ഉണ്ട്. അത് ആഗ്ര ഫോർട്ടിലേക്ക് പോകുന്ന മെട്രോ. അവിടെ നിന്ന് നിന്നാൽ നമുക്ക് നേരെ ആഗ്ര ഫോർട്ടിലേക്കൊക്കെ പോകാൻ പറ്റും ആ മെട്രോ വഴി. അതുപോലെ ഒരു കാര്യം കൂടി ഞാൻ ആദ്യമേ പറയട്ടെ, ഈ ഒരു വീഡിയോ ഒരു 25 മിനിറ്റോളം ലെങ്ത് ഉണ്ട്. കാരണം ഞാൻ എത്ര ഷോർട്ടാക്കാൻ നോക്കിയിട്ടും അത് പറ്റുന്നില്ല. നമ്മളെ താജ്മഹലൊക്കെ കാണിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗിക്ക് മാക്സിമം ഞാൻ വീഡിയോസ് എല്ലാം കട്ട് ചെയ്തിട്ടാണ് അതിൽ ആവശ്യമുള്ളത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. താജ്മഹലിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിക്കുന്ന രീതിയിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. കുറച്ചൊക്കെ, ഒരുപാടൊന്നും ഇട്ടിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ ഇൻക്ലൂഡ് ചെയ്താണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ച് വീഡിയോയ്ക്ക് ലെങ്താണ്, ഒന്ന് ക്ഷമിക്കുക. ആഗ്ര ഫോർട്ടും വിസിറ്റ് ചെയ്തതും താജ്മഹൽ വിസിറ്റ് ചെയ്തതും കൂടെ ഒരു വീഡിയോ ആയിട്ടോ ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അവിടെ എൻട്രൻസ് ഉണ്ട്. അവിടെ നിന്ന് ഒരു 300 മീറ്റർ എന്തോ ഉണ്ട് നമ്മുടെ ഈ ടിക്കറ്റൊക്കെ എടുക്കുന്ന സ്ഥലത്തേക്ക്. അവിടെ വേണമെങ്കിൽ 20 രൂപയോ 30 രൂപയോ എന്തോ ഒരാൾക്ക് കൊടുത്താൽ അവരുടെ ഒരു ഇലക്ട്രിക് മറ്റേ വാൻ പോലത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ വാന് ചോദിച്ചപ്പോൾ വേറെ കുറച്ച് ആൾക്കാർ വന്നാലേ അവർ പോകത്തുള്ളൂ. നമ്മൾ 3 പേരെ മാത്രമായിട്ട് കൊണ്ടുപോകത്തില്ല. വണ്ടി നിറച്ചൊരു 10-30 പേര് കൊണ്ടുപോകാൻ പറ്റും. ഞങ്ങൾ മാത്രമായത് കൊണ്ട് അവർ വാന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ വെയിറ്റ് ചെയ്തില്ല, കാരണം വെയിറ്റ് ചെയ്താൽ വീണ്ടും ഞങ്ങൾക്ക് ലേറ്റ് ആവും. 6 മണി തൊട്ട് 12 മണി വരെ ഉള്ള ഫോർനൂണും ആഫ്റ്റർനൂണുമാണ് അവർ ടിക്കറ്റിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെയുള്ള ടിക്കറ്റിൻ്റെ ഇതാണ് എടുത്തത്. 6 മണി മുതൽ 12 മണി വരെയാണ് ആ ടിക്കറ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ നാട്ടിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ തിരിച്ചു. അത്യാവശ്യം മഞ്ഞൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല, വലിയ തണുപ്പില്ലാത്തതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. വെയിലാവുന്നതിന് മുന്നേ കണ്ടിട്ട് വരാമെന്ന് കരുതിയിട്ടാണ് രാവിലെയുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഈ അഹമ്മദ് ഭായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ വരികയാണെങ്കിൽ ഈ സൺറൈസ് കൂടെ കാണാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ 6:30 റെഡി ആയത്. അല്ലെങ്കിൽ കുറച്ചുകൂടെ ലേറ്റായിട്ടേ റെഡി ആവത്തുള്ളായിരുന്നു. അങ്ങനെ വന്ന് കയറി ഓൺലൈൻ ടിക്കറ്റിൻ്റെ ഇതെല്ലാം കാണിച്ചു. അപ്പോൾ തന്നെ വന്നു. വലിയ തിരക്കില്ല. ഇനി തിരക്കാവത്തേ ഉള്ളൂ, രാവിലെ ആയതുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. തിരക്കുണ്ടെങ്കിൽ ഈ ഭയങ്കര ഭീകര തള്ളി കുത്തി ഇടിക്കുന്ന ആ ഒരു തിരക്കൊന്നുമില്ല കേട്ടോ. അപ്പോഴേക്കും എന്ത് ചെയ്യാം, നമ്മൾ താജ്മഹലിൻ്റെ അകത്തേക്ക് മീൻസ് ആ ഒരു കോമ്പൗണ്ടിനകത്തേക്ക് കയറിയപ്പോഴേക്കും നമുക്ക് ഒരു സൈഡ് വഴി താജ്മഹലിൻ്റെ മുകൾ ഭാഗമൊക്കെ കാണാൻ കേട്ടോ. ഞങ്ങളൊരു 7 മണിയൊക്കെ ആയപ്പോൾ എത്തി. കറക്റ്റ് സമയമായിരുന്നു, സൂര്യൻ ഉദിച്ച് വരുന്ന സമയമായിരുന്നു. അത് കാണാൻ പറ്റി, താജ്മഹൽ കാണാൻ പറ്റി. ഇതേ നോക്കിക്കേ, എന്ത് ഭംഗിയായിട്ട്. നോക്കിക്കാന്ന് പറയാൻ കാണാൻ പറ്റുന്നില്ല. ഈ ഇരുട്ടത്തുനിന്ന് അങ്ങനെ കയറി പോകുമ്പോൾ വെള്ള മാർബിളിൽ കൊത്തിയെടുത്ത താജ്മഹൽ എന്ത്
രസമായിട്ട് എന്ത് ബ്യൂട്ടിഫുള്ളായിട്ട് നിൽക്കുന്നതെന്നറിയോ. അതും ചെറിയ മഞ്ഞൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ അതൊരു പ്രത്യേക ഭംഗി തന്നെ. സത്യം എത്ര കണ്ടിട്ടും കൊതി തീരാതെ മതി വരാതെ ഒരു താജ്മഹൽ. അയ്യോ, ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും ഭംഗിയിൽ ഇതെങ്ങനെ ചെയ്തു? എനിക്ക് അത്രയും അതിശയം. എന്ത് ഭംഗിയാണെന്ന് പറയും, എന്ത് രസം. നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ കാണും പോലെ ഇങ്ങനൊരു ഭയങ്കര അതിശയം പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. നേരിട്ട് കണ്ടിട്ടും ശരിക്കും പറഞ്ഞാൽ മഹാത്ഭുതങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ശരി തന്നെയാണ്. നമ്മുടെ കണ്ണുകളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും ഭംഗി ആ താജ്മഹലിനുണ്ട് കേട്ടോ. സത്യമായിട്ടുള്ള കാര്യമാണ്. ചെറിയ മഞ്ഞിൻ്റെ ഇടയിൽ ഇങ്ങനെ വെള്ളക്കല്ലിൽ കൊത്തിയെടുത്ത താജ്മഹൽ കാണാൻ ഭയങ്കര ഭംഗി, ഭയങ്കര ഭംഗി. ഞാൻ വേദയ്ക്ക് അതിൻ്റെ സ്റ്റോറിയൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കായിരുന്നു. നമ്മുടെ ഷാജഹാൻ ചക്രവർത്തി മുംതാസിന് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ച ഒരു സ്മാരകമാണ് ഈ താജ്മഹൽ എന്നിങ്ങനെ വേദയ്ക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കുഞ്ഞു മക്കളുണ്ടാവുമല്ലേ, അപ്പോൾ താജ്മഹലിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. എപ്പോഴെങ്കിലും നമ്മൾ പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ താജ്മഹൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡൽഹി ഫുൾ നമ്മൾ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്, അതിനോടൊപ്പം കാണേണ്ടതാണ് താജ്മഹൽ. എനിക്കറിയില്ലായിരുന്നു UP-യിലായിരുന്നു ആഗ്ര എന്നുള്ളത്. ഞാൻ ഡൽഹിയിൽ നിന്നാണ് കരുതിയിരുന്നത്. പക്ഷെ വളരെ വൈകിയത് മനസ്സിലാക്കാൻ പറ്റി. പക്ഷേ ഇവിടെ നിന്ന് ഒരു 4 മണിക്കൂർ യാത്രയേ ഉള്ളൂ ഡൽഹി. ഉറപ്പായിട്ടും എല്ലാവരും എപ്പോഴെങ്കിലും വരാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു താജ്മഹൽ. കാരണം ലോകാത്ഭുതങ്ങളിൽ ഒന്ന് അത് നമ്മുടെ ഇന്ത്യയിലാണ്. അത് ഉറപ്പായിട്ടും നമ്മൾ വിസിറ്റ് ചെയ്യുക. ഇതിപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയപ്പോൾ നമ്മൾ വന്നു എന്നുള്ളത് മാത്രം. എല്ലാവർക്കും ചിലപ്പോൾ ആ ഭാഗ്യം കിട്ടണമെന്ന് ഉണ്ടാവില്ല. പലർക്കും പല അസൗകര്യങ്ങളുണ്ടാവാം, പല കാരണങ്ങളാൽ വരാൻ പറ്റാത്തതുണ്ടാവാം. പക്ഷേ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യുക. കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സംഭവം ലോകാത്ഭുതങ്ങളിലൊന്ന് ഞാൻ ഈ ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. സത്യം എനിക്ക് കണ്ടിട്ടും മതിയാവുന്നില്ല. ഫോട്ടോസ് എടുത്തിട്ടും വീഡിയോസ് എടുത്തിട്ടും ഒന്നും മതിയാവുന്നില്ല കേട്ടോ. അത്രയേറെ ഭംഗിയുള്ള സ്ഥലമല്ല, ഒരു മോണുമെൻ്റാണ് നമ്മുടെ താജ്മഹൽ. വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത താജ്മഹൽ അല്ലേ. എനിക്ക് പറഞ്ഞിട്ടും വാക്കുകളില്ല. കുറേ വീഡിയോ എടുത്ത് വെച്ചിരുന്ന കേട്ടോ. ഫുൾ ഏട്ടനാണ് എടുത്തുന്നത്. പിന്നെ ഏട്ടനെ എടുക്കാൻ കൊടുത്താൽ പിന്നെ ഒരു തരം ഭ്രാന്താണ്. ഞാൻ എപ്പോഴും പറയും, സീരിയൽ എടുക്കുമ്പോൾ ഏട്ടവൻ്റെ വീഡിയോ എടുക്കല്ലേ എന്ന് ഞാൻ പറയും. കുറേ ഉണ്ടായിരുന്നു, 1 മണിക്കൂർ ലെങ്ത് ഉണ്ടായിരുന്നു. ഞാൻ ഫുൾ കട്ട് ചെയ്താണ് അതിന് 25 മിനിറ്റ് ആക്കിയത് കേട്ടോ. കണ്ടോ, സൂര്യൻ ബാക്കിൽ ഉദിച്ച് നിൽക്കുന്നുണ്ട്, താജ്മഹലുണ്ട്. ഉച്ചയ്ക്കൊക്കെ വന്നാൽ ഈ സീസണിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വെയിൽ കാരണം ചിലപ്പോൾ നമുക്ക് നിൽക്കാനോ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാനോ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ അല്ലാതെ ഇപ്പോൾ കാണാൻ ആ മഞ്ഞിൽ മൂടി നിൽക്കുന്ന താജ്മഹൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ അകത്തേക്ക് കൂടി ടിക്കറ്റ് എടുത്തു. അതിന് 200 രൂപയാണ് താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട്. അല്ലാതെ നമ്മളൊരു 40 രൂപയുടെ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പുറത്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനും കാണാനും ഒക്കെ പറ്റും. അകത്ത് നമ്മുടെ മുംതാസിൻ്റെയും ഷാജഹാൻ്റെയും ഇത് അവരുടെ എന്താണ് പറയണത്, ഖബറെന്നാണോ അതിനെ പറയുന്നത്, അത് അവിടെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് അകത്ത് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല, ഈ ഒരു 2 സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ ഞാൻ കരുതി അതിനകത്ത് എന്തൊക്കെയോ നീളത്തിന് കാണാനുണ്ടാവും എന്നൊക്കെയായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷേ അകത്ത് വേറെ ഒന്നുമില്ല, ഒറ്റൊരു ഹോൾ, അതിനകത്ത് ഇവരുടെ 2 പേരുടെയും സ്മാരകം. പക്ഷേ അകത്ത് ഭയങ്കര വലിയ മേൽക്കൂര പോലെയൊക്കെ, എനിക്കതെങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. ഫുൾ മാർബിളിലൊക്കെ, അങ്ങനെ വെള്ള മാർബിളിലൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. അവരകത്തേക്ക് കയറുന്നതിന് മുന്നേ ഷൂസിലിടാനായിട്ട് ഇങ്ങനെ ഒരു കവർ എല്ലാവർക്കും കൊടുക്കും കേട്ടോ. മീൻസ് തറയിൽ ഇത്രയും മാർബിളിലൊക്കെ ചെയ്തേക്കുന്നത് കൊണ്ടാവാം തറയിൽ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വീഴും, അങ്ങനെ ആവാം. ഇത്രയും ആൾക്കാരൊക്കെ വരുന്നതല്ലേ, ആ തറയെല്ലാം അഴുക്കാവാനും ഒക്കെ ഉള്ള ചാൻസ് ഉള്ളത് കൊണ്ടാവാം. ഇത്രയും വർഷം പഴക്കമുള്ളൊരു സാധനം പുതുമയോടെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അതിലെന്തൊക്കെയോ അറബിലൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും നമുക്ക് അറിയത്തില്ല എന്തൊക്കെയാണ് സംഭവം ഏതൊക്കെയാണെന്ന്. പക്ഷേ ഇത്രയും വർഷം മുമ്പ് യമുന നദിയുടെ തീരത്താണ് നമ്മുടെ ഈ താജ്മഹൽ ഉള്ളത്. അത് ഇതിൻ്റെ സൈഡിൽ നമ്മൾ ബാക്ക് സൈഡിൽ ഇറങ്ങുമ്പോൾ ആ നദിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് നമ്മൾ പോയ സമയം കറക്റ്റായിരുന്നു, ക്ലൈമറ്റ് നല്ലതായിരുന്നു, എല്ലാം കൊണ്ടും നല്ല രീതിയിൽ നമുക്കവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. കുറേ സമയം നിന്ന് കേട്ടോ, കുറേ സമയം നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ ഫുൾ ചുറ്റി കണ്ടു. ഇനി നമ്മൾ എന്തായാലും ഇങ്ങോട്ടേക്ക് ഒരു വരക്കം ഉണ്ടാവത്തില്ല, അതുകൊണ്ട് ഫുൾ ചുറ്റി കണ്ടു. ഇതിൻ്റെ 4 സൈഡും ഒരുപോലെയാണ് ഇരിക്കുന്നത് താജ്മഹലിൻ്റെ. അതുപോലെ തന്നെയാണ് അതിൻ്റെ സൈഡുകളിലൊക്കെ ഫോട്ടോ പോലെ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. 4 സൈഡിൽ ഈ സംഭവമൊക്കെ ഉണ്ട്. അവിടെയെങ്കിലും വേറെ റൂമുകൾ കാര്യങ്ങളൊന്നുമില്ല, ഇങ്ങനെ വെറുതെ ഉള്ളൂ. അതെല്ലാം ഈ ഒരു താജ്മഹലിൻ്റെ ഒരു പാറ്റേണിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നതും. എന്തായാലും കുറേയേറെ ഞാൻ ഷൂട്ട് ചെയ്തു, കുറേയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് താജ്മഹലിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. 4 സൈഡും ഒരുപോലെ ഇരിക്കുന്ന ഒരു മോണുമെൻറ്റ് വെള്ളക്കല്ലിൽ. ആ മാർബിളിലൊക്കെ തൊട്ടപ്പോൾ ഐസ് ക്യൂബിൽ നമ്മൾ തൊടുന്ന ഒരു ഫീൽ കേട്ടോ. കാരണം തണുപ്പിൻ്റെ ഒരു ഇതും ഇതെല്ലാം. ഈ സമ്മർ സീസണിലൊക്കെ വന്നാൽ എങ്ങനെയാവും എന്നെനിക്കറിയില്ല. ഇപ്പോൾ സൂപ്പറായിരുന്നു, നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി.
എവിടെ നോക്കിയാലും ഫോട്ടോസ് എടുക്കുന്നവരേ ഉള്ളൂ കേട്ടോ. ഇവിടെ പിന്നെ ഗൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 500 രൂപ കൊടുത്ത് അവർ കൂടെ വന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് A to Z പറഞ്ഞിട്ട് നമ്മൾ ഗൈഡിനെയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സും ഉണ്ട്. അവർക്ക് 50 100 ഒക്കെ കൊടുക്കുമ്പോൾ അവർ ഫോട്ടോസ് എടുത്ത് തരും. നമ്മളവിടെ നിൽക്കുന്ന ആരെങ്കിലും ഫോട്ടോ എടുക്കാനായിട്ട് കൊടുക്കും, അവർ ഫോട്ടോ എടുത്ത് തരും കേട്ടോ. നല്ല രീതിയിൽ അവർ എടുത്ത് തരും. അങ്ങനെ തന്നെയാണ് നമ്മൾ എപ്പോഴും പോയാലും ചെയ്യുന്നത്. മലേഷ്യയിലൊക്കെ പോയപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്തത്. അവരെടുക്കുന്ന ഫോട്ടോയും ഇവരെടുക്കുന്ന ഫോട്ടോയൊക്കെ ഒരുപോലെ ഇരിക്കും. പക്ഷേ ഈ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗി. അവർ ദിവസവും ഈ താജ്മഹലിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നില്ലേ, അപ്പോൾ അതിന് വേറൊരു ഭംഗി, നമ്മളെടുക്കുമ്പോൾ അത് വേറൊരു ഭംഗി. അപ്പോൾ അതേ നമ്മുടെ താജ്മഹൽ കണ്ടിട്ടും കൊതി തീരാത്ത താജ്മഹൽ. ഇനി എന്തായാലും കാണാനൊന്നും വരത്തില്ല, അത് വേറെ കാര്യം. പിന്നെ ഇനി അച്ഛനെങ്ങാനും വരണമെന്ന് തോന്നി അച്ഛൻ നമ്മളെങ്ങാനും കൊണ്ടുവരികയാണെങ്കിൽ കൂടെ വരും, അല്ലാതെ നമ്മളായിട്ട് ഇതിന് വരത്തില്ല. ഇനി വേദ വലുതാകുമ്പോൾ വേദയ്ക്ക് കാണണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ വേദ വരും, അത്ര തന്നെ. വേദയ്ക്ക് ഇനിയിപ്പോൾ മെമ്മറിയിലൊക്കെ നിൽക്കുമായിരിക്കും. ഞാൻ അതിനിടയ്ക്ക് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു കേട്ടോ. വേദയോട് ഞാൻ പറഞ്ഞു എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ വിസിറ്റ് ചെയ്യണം, വലുതായിട്ട് സ്വന്തം കാശിൽ പഠിച്ച് സമ്പാദിച്ച് ജോലിയായി സമ്പാദിച്ച ശേഷം ലോകം മുഴുവനും ചുറ്റി എല്ലാ സ്ഥലങ്ങളും കണ്ട് എല്ലാ ഇടങ്ങളും പോയി സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് പോയി എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഞാൻ വേദയോട് ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. ഇതൊക്കെ പിന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള കാര്യമാണ്. താജ്മഹൽ ആയാലും നമ്മുടെ ഡൽഹിയിലുള്ള ഓരോ സ്ഥലങ്ങളായാലും ഒക്കെ അവർക്ക് പഠിക്കാൻ ഫ്യൂച്ചറിൽ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നീട് വലുതാകുമ്പോൾ ഇതൊന്നും മെമ്മറിയിൽ അല്ലെങ്കിൽ ഒന്നുകൂടെയൊക്കെ പോയി കാണട്ടെ അല്ലേ. അപ്പോൾ അതേ നമ്മുടെ വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ ഞങ്ങളിവിടെ കണ്ടിറങ്ങി. അതുപോലെ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പോവുക. ട്രെയിനിലൊക്കെ 2 ദിവസത്തെ യാത്ര ഉണ്ടാവുള്ളൂ, സുഖമായിട്ട് വരാം. ഡൽഹി വന്ന് ഡൽഹിയെല്ലാം എക്സ്പ്ലോർ ചെയ്ത് അവിടെ നിന്ന് ഒരു ട്രെയിൻ എടുത്തിട്ട് നമുക്കിങ്ങനെ ആഗ്രയിൽ വന്ന് ഇത് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് പോകാവുന്നതേ ഉള്ളൂ. പറ്റുന്നവർ അതൊന്ന് എൻജോയ് ചെയ്യുക. അങ്ങനെ താജ്മഹലെല്ലാം കുറേ സമയം നിന്ന് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്ത് കണ്ട് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പുറത്ത് വന്നപ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക് വെൻഡിങ് മെഷീൻ ഇരിക്കുന്ന കേട്ടോ. ഒരു കുപ്പി വെള്ളം അതിനകത്തുനിന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ GPay വർക്കാവുന്നില്ല. ഈ പരിസരങ്ങളിലൊന്നും ഭക്ഷണം പുറത്തേക്ക് ഇറങ്ങിയാലുണ്ട്, ഇതിൻ്റെ അടുത്തൊന്നും ഭക്ഷണമോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു വെൻഡിങ് മെഷീൻ മാത്രമാണ് വെള്ളത്തിന് വേണ്ടിയിട്ട് കണ്ടത്. പക്ഷേ ഞാനതിൽ പരിശ്രമിച്ച് നോക്കിയപ്പോൾ നമ്മുടെ GPay വർക്കാവുന്നില്ല, റേഞ്ച് ഇല്ല. ദയവ് ചെയ്ത് ഇങ്ങോട്ടേക്കൊക്കെ വരുന്നവർ നിങ്ങളുടെ സിമ്മിനെ ജിയോയിലേക്ക് പോർട്ട് ചെയ്ത ശേഷം വേണം വരാൻ. അല്ല റേഞ്ച് വേണ്ടാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, റേഞ്ചൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ ജിയോ ഏതെങ്കിലും എടുത്തില്ലെങ്കിൽ നല്ല പണി കിട്ടും കേട്ടോ. ഒരു സ്ഥലത്ത് റേഞ്ചില്ല, പിന്നെ റൂമിൽ പോയി വൈഫൈ കിട്ടിയാൽ കിട്ടി അത്ര തന്നെ. അല്ലാതെ നമുക്ക് റേഞ്ച് കിട്ടും എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി വേറെ ഒരു സിമ്മുമായിട്ട് നിങ്ങളിങ്ങനെ നോർത്ത് ഇന്ത്യയിലേക്ക് വരരുത്. ജിയോ തന്നെയാണ് ബെറ്റർ. ജിയോ എല്ലായിടത്തും മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം കുടിക്കാൻ നോക്കിയിട്ട് അതും നടന്നില്ല. പിന്നെ റോഡിൽ ഇറങ്ങേണ്ടി വന്നു വെള്ളം കുടിക്കാനായിട്ട്. ഇവിടെ നിന്ന് കുറേ സമയം ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ച് ഒരു കുപ്പി വെള്ളം എടുക്കാമെന്നുള്ള രീതിയിൽ, പക്ഷെ കിട്ടിയില്ല. അവസാനം ദേഷ്യം വന്ന് കളഞ്ഞിട്ട് പോയി കേട്ടോ. എന്നിട്ട് ഞങ്ങൾ റോഡിലിറങ്ങി. ഓട്ടോ ചേട്ടന്മാരൊക്കെ നിൽക്കുന്നുണ്ട്. ഈ ഓട്ടോ ചേട്ടന്മാർ നമ്മുടെ ഈ കാക്ക വന്ന് റാഞ്ചിക്കൊണ്ട് പോകുന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ, അതുപോലെയാണ് ഞങ്ങളിങ്ങോട്ട് വെളിയിലിറങ്ങുമ്പോൾ, ഞങ്ങളെന്നല്ല ടൂറിസ്റ്റുകൾ ഇങ്ങനെ വെളിയിലിറങ്ങുമ്പോൾ ഇവർ ഈച്ച പൊതിയും പോലെ വന്നിട്ട് അവർ പേശാൻ തുടങ്ങും. പേശാനല്ല കൊണ്ടാക്കി തരാമെന്നൊക്കെ പറയുമ്പോൾ അവരൊരു എമൗണ്ട് പറയും, അപ്പോൾ നമ്മളൊരു എമൗണ്ട് പറയാം. അപ്പോൾ ഓക്കെ ആണെങ്കിൽ അവർ ഓക്കെ പറയും. അവർ പറയാം കേട്ടോ. നമ്മളിപ്പോൾ അവർ 100 പറയുകയാണെങ്കിൽ നമ്മളൊരു 50 പറഞ്ഞാൽ അവർ 60 പറയും. അപ്പോൾ ഇല്ല, അപ്പോൾ 50 എന്ന് പറയുമ്പോൾ വീണ്ടും ഒന്നുകൂടെയൊക്കെ പറയുമ്പോൾ അവർ 50-ലൊക്കെ തന്നെ കൊണ്ടാക്കി തരും കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് മെട്രോ ഉണ്ടായിരുന്നു. മെട്രോയിൽ കയറാണ്ടാണ് ഓട്ടോയിൽ കയറിയിട്ട് ആഗ്ര ഫോർട്ടിൽ വന്നത്. ആഗ്ര ഫോർട്ടിലെത്തിയപ്പോൾ ഒരു 9:30 മണിയായിട്ടോ. നമ്മളൊരു 7 മണിക്കൊക്കെ താജ്മഹൽ കയറി അവിടെ ഫുൾ അത്രയും സമയം നിന്ന ശേഷം ഒരു 9:30 മണിയായപ്പോൾ ആഗ്ര ഫോർട്ടിൽ കയറി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിന്നില്ല, കയറിയിട്ട് ഇറങ്ങിയിട്ട് കഴിക്കാൻ കരുതി. പുറമേ നിന്ന് കണ്ടപ്പോഴേ ഈ ഫോർട്ട് വളരെ വലുത്, ഭയങ്കര വലുത്. താജ്മഹൽ വെള്ളക്കല്ലിലാണെങ്കിൽ ഈ ആഗ്ര ഫോർട്ട് ചുമന്ന കല്ലിലാണ് ഫുൾ പണി ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടെയും ടിക്കറ്റ് വേണം. ടിക്കറ്റ് 45 ആണ്. വേദയ്ക്ക് എടുക്കണ്ടായിരുന്നു. ഏട്ടൻ ചെന്ന് വേദയ്ക്ക് എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ ടിക്കറ്റ്. ഞാൻ ഓൺലൈൻ എടുക്കാൻ നിന്നപ്പോൾ നമ്മുടെ അഹമ്മദ് ഭായി പറഞ്ഞു വേണ്ട, അവിടെ വലിയ തിരക്കുണ്ടാവില്ല, ചെന്നിട്ട് ഡയറക്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. ശരി കേട്ടോ, അവിടെ ഡയറക്റ്റ് ചെന്ന് എടുക്കാം. അവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ മറ്റേ ട്രൈപോഡ് കൂടെ കൊണ്ടുപോയി, അത് അവർ ഉള്ളിൽ അലോ ചെയ്തില്ല. താജ്മഹലിലും ഇവിടെ അലോ ചെയ്തില്ല. രണ്ട് സ്ഥലങ്ങളിലും ഞാൻ ഈ സാധനം ബാഗോട് കൂടി ഇവിടെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാണ് പോയത്. ക്ലോക്ക് റൂമിന് എക്സ്ട്രാ ചാർജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒരു 45 റുപ്പീസിൻ്റെ ഞങ്ങൾ 3 ടിക്കറ്റ് എടുത്തിട്ടാണ് ഉള്ളിലേക്ക് കയറിയത്. ഭയങ്കര വലിയൊരു ഫോർട്ട് കേട്ടോ. കണ്ടിട്ടും തീരാത്ത ഫോർട്ട്. പിന്നെ വിശപ്പടിച്ചപ്പോൾ പതിയെ ഫോർട്ടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ് സത്യം കേട്ടോ. എല്ലാം ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്, എങ്കിലും ഈ പഠിക്കുന്ന കുട്ടികളൊക്കെ വന്ന് ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ. വേദ കുറച്ചുകൂടെ വലിയ ക്ലാസ്സിലായിട്ടാണ് കൊണ്ടുവന്നിരുന്നെങ്കിൽ വേദയ്ക്ക് കുറച്ചുകൂടെയൊക്കെ എല്ലാ കാര്യങ്ങളും മനസ്സിലായാൽ. അതുപോലെ ഭയങ്കര രസം കേട്ടോ ഇവിടെയൊക്കെ. എനിക്ക് തോന്നുന്നു ഈ ക്ലൈമറ്റ് കൂടെ ഇങ്ങനെ ആയതുകൊണ്ടാവാം, വെയിലില്ല, നല്ല ചെറിയ തണുപ്പുണ്ട്.
വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാവാം നല്ല നല്ല രീതിയിൽ നമുക്കിവിടെയൊക്കെ കാണാനും എക്സ്പ്ലോർ ചെയ്യാനും ആസ്വദിക്കാനും ഒക്കെ പറ്റി എന്നുള്ളതാണ് വേറൊരു സത്യം. സത്യമായിട്ട് ഇന്നലത്തെ മധ്യപ്രദേശിലെ തണുപ്പ് കണ്ട് ഞാൻ കരുതി പണി കിട്ടി, ദൈവം എങ്ങനെ വെളിയിലിറങ്ങും എന്ന വരെ ഒരു ചിന്തയായിരുന്നു. പക്ഷെ അത്രയ്ക്കും വേണ്ടിയിട്ടുള്ള തണുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ മങ്കി ക്യാപ്പിൻ്റെ ഒരു ജാക്കറ്റ് ആവശ്യമാണ്, അല്ലാതെ വേറെ ഒന്നിൻ്റെ ആവശ്യം എനിക്ക് തോന്നിയില്ല. പിന്നെ ഈ മങ്കി ക്യാപ്പും നമ്മുടെ ഗ്ലൗ ഒക്കെ ഇട്ടിരിക്കുന്നത് എല്ലാവരും മെസ്സേജ് ഇട്ടു. കാരണം നമുക്ക് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ നമുക്ക് ഹെൽത്തിന് എന്തെങ്കിലും പ്രോബ്ലം വരും എന്നുള്ളത് കൊണ്ട് ഞാനൊരു സേഫ്റ്റി പ്രിക്വേഷൻ എന്നുള്ള നിലയിലാണ് ഞാനും വേദയേട്ടനും ഒക്കെ ഈ മങ്കി ക്യാപ്പൊക്കെ ഇട്ട് നടക്കുന്നത്. അല്ലാതെ അതിൻ്റെ ആവശ്യമൊന്നും അത്രയ്ക്ക് വലിയ തണുപ്പൊന്നുമില്ല, ഒരു നോർമൽ ടെമ്പറേച്ചർ ഉണ്ട്. പക്ഷേ ഭീകര തണുപ്പില്ല. പക്ഷേ ഇന്നലെ മധ്യപ്രദേശിൽ തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യർ പോലും കണ്ടുകൂടാത്ത മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ ആ ഒരു പ്രശ്നമില്ല. ഇന്നത്തെ ക്ലൈമറ്റ് ഞങ്ങളെ ദൈവം രക്ഷിക്കുന്നത് കൊണ്ടുള്ള ക്ലൈമറ്റാണോ ഇങ്ങനെയെന്ന് അറിയത്തില്ല. ഇന്നിപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. ഈ ഒരു ക്ലൈമറ്റിൽ തന്നെ ഒരു 2-3 ദിവസം നമ്മളിവിടെ നിൽക്കുന്നവരെ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളൊരു പ്രാർത്ഥനയോടെയാണ് വരുന്നത് കേട്ടോ. ഇവിടെയും അത്യാവശ്യം തിരക്കുണ്ടെങ്കിലും ഭീകര തിരക്കൊന്നുമില്ല. സീസൺ ഇതായതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഓട്ടോ ചേട്ടനൊക്കെ പറയുന്നത് സീസൺ ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെയും കുറേ കാര്യങ്ങളൊക്കെ കാണാനും കേൾക്കാനും അവിടെ എല്ലായിടത്തും എല്ലാ സംഭവങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയും ഗൈഡുണ്ട്, അവർ 500 രൂപയൊക്കെ പറയുന്നുണ്ട്, അതിന് 300-400 എന്നൊക്കെ വില പേശുന്നുണ്ട്. നമ്മൾ ഇവിടെയും ഗൈഡൊന്നും എടുത്തിട്ടില്ല. എല്ലാ സ്ഥലങ്ങളിലും ഓരോ കാര്യങ്ങൾ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഗൈഡിൻ്റെ ഒരു ആവശ്യമുള്ളതായിട്ട് തോന്നിയില്ല കേട്ടോ. നല്ല വലിയ, ഞാൻ പറഞ്ഞല്ലോ, ഫോർട്ട്. എന്താ ഇതിനെപ്പറ്റിയൊക്കെ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ അത് തെറ്റാണെങ്കിൽ അത് മോശമാവും. അതുകൊണ്ട് ഒരു കാര്യങ്ങളും ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്തായാലും ആഗ്രയിൽ വരുന്നവർ താജ്മഹലും വിസിറ്റ് ചെയ്യുക, ഈ ആഗ്ര ഫോർട്ടും വിസിറ്റ് ചെയ്യുക. 45 റുപ്പീസേ ഉള്ളൂ എൻട്രി പാസ്. നിറയെ കാണാനുണ്ട്. നിറച്ച് അണ്ണാമാരുണ്ട് കേട്ടോ. അണ്ണാമാരെന്ന് പറഞ്ഞാൽ അണ്ണാമാരുടെ കളി. ഇതെല്ലാം ചുമരിലെല്ലാം അടിച്ചിരിക്കുന്നത് ഈ ചുണ്ണാമ്പ് കൊണ്ടുള്ള പെയിൻ്റ് ആട്ടോ. അതിനെന്ത് പറയുന്നതെന്ന് എനിക്കറിയില്ല. കൂടുതലും പോർഷൻ മറ്റേ ചുമന്ന കല്ലില്ലേ, കരിങ്കല്ല് പോലത്തെ ചുമന്ന കല്ലുണ്ടല്ലോ, ചെങ്കല്ല. ചെങ്കല്ല് കൊണ്ടൊക്കെയാണ് കൂടുതലും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്തോ സമ്മർ സീസണിലാണ് ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഫൗണ്ടൈനൊക്കെ കൂടുതലായിട്ടുണ്ട്. അതവിടെ എഴുതി വെച്ചിട്ടുണ്ട് സമ്മറിൽ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഫൗണ്ടൈനും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ട് ഉള്ളതെന്ന്. പക്ഷെ ഇപ്പോൾ അതവിടെ ആക്ടിവേറ്റ് അല്ല, മീൻസ് വർക്കിംഗ് അല്ല. ചിലപ്പോൾ സമ്മറിൽ ഇത് വർക്കിംഗ് ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു സീസൺ ആയതുകൊണ്ടാവാം. ചെറിയൊരു തണുപ്പൊക്കെ പുറത്തുണ്ടല്ലോ, അതുകൊണ്ടാവാം. എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി, കുറേ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും അവർ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ സിൽവറിലുള്ള ഒരു പഴയ എന്തോ അവർ അതിലുണ്ടാക്കിയ സംഭവം, അതുപോലെ നമ്മുടെ കിങ് കുളിച്ചുകൊണ്ടിരുന്ന ബാത്ത് ടബ് വരെ ഉണ്ട് കേട്ടോ. അത് ഇനി ഫോർവേഡ് വരുന്ന വീഡിയോകളിലുണ്ട്. ബാത്ത് ടബ്, അത് കരിങ്കല്ലിലുള്ള ബാത്ത് ടബിലാണ് അദ്ദേഹം കുളിച്ചുകൊണ്ടിരുന്നത്. ആ ബാത്ത് ടബ് നിറയെ സ്വർണവും പ്രീഷ്യസ് ആയിട്ടുള്ള സ്റ്റോണൊക്കെ കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. ഇപ്പോൾ ആ സ്റ്റോണും ഈ ഗോൾഡും ഒക്കെ അവർ വേറൊരു മീൻസ് ഈ പാലസിൽ വച്ചിരിക്കുകയാണ്. ആ പാലസ് ഓപ്പൺ അല്ല എന്നൊക്കെ അവിടെ നിന്ന് ഗൈഡ് വേറൊരാളോട് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ടായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാലും നമുക്ക് നമ്മുടെ താജ്മഹൽ കാണാൻ പറ്റും. താജ്മഹലിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറം കേട്ടോ ഈ ആഗ്ര ഫോർട്ട് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ താജ്മഹൽ കാണാം. പക്ഷേ ക്യാമറയിൽ അത് കിട്ടുന്നോന്നറിയില്ല. എന്തായാലും മൊത്തത്തിലെല്ലാം കൊണ്ടും നല്ല രസമുണ്ട്. വന്നതിൽ ഒരു നഷ്ടമില്ല കേട്ടോ. അതല്ലെങ്കിലും നഷ്ടമില്ല എങ്കിലും ഈ ആഗ്ര ഫോർട്ട് ചിലർ മിസ് ചെയ്യും. വെറുതെ താജ്മഹൽ മാത്രം വന്ന് കണ്ടിട്ട് പോകുന്നവരുണ്ടാവാം. അതുകൊണ്ട് ഈ ആഗ്ര ഫോർട്ട് കൂടി വന്നൊന്ന് വിസിറ്റ് ചെയ്യുക. നല്ലൊരു സ്ഥലം തന്നെയാണ്. വന്ന് കാണുന്നതിൽ അതിലൊരു വിഷമവും ഉണ്ടാവത്തില്ല. ഈ കാണുന്നത് അവിടെ ആരുടെയോ ഒരു ഖബറാട്ടോ. ഇംഗ്ലീഷിലായിരുന്നു അയാളുടെ പേര്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ബ്രിട്ടീഷുകാരൻ്റെ ഖബറായിരിക്കും. എനിക്കറിഞ്ഞൂടാ, എന്നെ പൊങ്കാല ഇടരുത്. ഞാൻ ആ പേര് വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. എന്തായാലും ആ ഒരു കിങ്ഡമായിട്ട് ബന്ധമുള്ള, അവരെല്ലാം ഒരു മുസ്ലിം നെയിമല്ലേ, ആ ഒരു കിങ്ഡമായിട്ട് ബന്ധമുള്ള ഒരു പേരല്ലായിരുന്നു ജോൺ റൂസൽ കോൾവിൻസ് ഗ്രേവ്. അപ്പോൾ എനിക്ക് കണ്ടിട്ടൊരു സായിപ്പിൻ്റെ പേര് പോലെ തോന്നി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഖബറായിരിക്കാം, അറിയില്ല. അത് കഴിഞ്ഞ് പീരങ്കിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. എല്ലാം അവർ അതിൻ്റേതായ രീതിക്ക് തന്നെ വെച്ചിട്ടുണ്ട്, മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാം കൊള്ളാം കേട്ടോ. നല്ല നീറ്റായിട്ടുണ്ട്, നല്ല നല്ല നീറ്റായിട്ട് കിടപ്പുണ്ട്. ഒരു വൃത്തികേടോ ഒന്നുമില്ലാണ്ട് ആ പുല്ലൊക്കെ വെട്ടി വിട്ടിരിക്കുന്നതെല്ലാം നല്ല രീതിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. പറയാൻ വാക്കുകളില്ലാത്തത് കൊണ്ടാണ് ഈ വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല എന്താ പറയേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു കിണർ കണ്ടു. അവിടെ സ്റ്റെപ്പ് വെൽ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ സ്റ്റെപ്പ് കണ്ടില്ല. ഈ കിണറിന് സ്റ്റെപ്പ് വെൽ എന്നൊക്കെയാണോ പറയുന്നത്? ഞാനിപ്പോൾ ഈ കിണർ കാണിച്ചു തരാം. പക്ഷേ സ്റ്റെപ്പ് വെൽ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പുള്ള വെല്ലിൽ ഇങ്ങനെ ഇറങ്ങി പോയി വെള്ളം എടുക്കുന്നതിനല്ലേ സ്റ്റെപ്പ് വെൽ എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റെപ്പൊന്നുമില്ല, സാധാരണ ഒരു വെല്ലാണ് കണ്ടത്.
ഇതും എന്താണ് സംഭവം എന്നറിയില്ല. പഴയ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന കിണറാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. സ്റ്റെപ്പ് വെല്ലായിട്ട് എനിക്ക് തോന്നിയില്ല. അതിലെന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ രാജാവിൻ്റെ ബാത്ത് ടബ്, ജഹാംഗീർ രാജാവിൻ്റെ ബാത്ത് ടബ്. അദ്ദേഹത്തിന് കയറി കുളിക്കാനുള്ള സ്റ്റെപ്പൊക്കെ ആയിട്ടോ ഇത് ഫുൾ ഗോൾഡും ഒരുപാട് ഡയമണ്ട് പോലത്തുള്ള സ്റ്റോൺസൊക്കെ വെച്ചുണ്ടാക്കിയിരുന്നതാണ്. അതെല്ലാം ഇപ്പോൾ പൊളിച്ച് മാറ്റിയിട്ടാണ് ഇതിന് മാത്രം ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിയിൽ വീലുണ്ടായിരുന്നു മുന്നേ, ഇപ്പോൾ ആ വീലിനെ എടുത്ത് മാറ്റി. വീലുണ്ടായിരുന്നപ്പോൾ ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യാൻ പറ്റും എന്നെല്ലാം ആ ഗൈഡ് ചേട്ടൻ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കൊള്ളാം അല്ലേ, നല്ല ബാത്ത് ടബ്. അങ്ങനെ നമ്മൾ ഇതെല്ലാം കുറേ സമയം കണ്ടു. ഇതും കുറേ നേരം കാണാനുണ്ടായിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ ഒരു 11 മണി അടുപ്പിച്ചായി. എന്നിട്ട് പുറത്തിറങ്ങി വേദയ്ക്ക് സുവിനിയർ വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ ബഹളം. അവസാനം ഒരു താജ്മഹലിൻ്റെ ഒരു സംഭവം, ഒരു എന്താണ് പറയണത്, ഒരു സംഭവം വേദയ്ക്ക് വാങ്ങിച്ചു കൊടുത്തു. അത് താജ്മഹലിൻ്റെ അവിടെ നിന്നേ കണ്ടു, പക്ഷേ പാവം അവൾ പറഞ്ഞില്ല. ഇപ്പോൾ അവൾ പറഞ്ഞപ്പോൾ ഞാൻ കരുതി എന്തായാലും വാങ്ങി കൊടുക്കാമെന്ന് കരുതിയിട്ട് വേദയ്ക്ക് ഒരു താജ്മഹലിൻ്റെ ഈ സംഭവം വാങ്ങിക്കൊടുത്തു കേട്ടോ. അത് 70 റുപ്പീസാണ് അതിൻ്റെ വില. അവർ 150 രൂപ പറഞ്ഞു. ഞാനതിന് വില പേശി 70 രൂപയാക്കി കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കിയപ്പോൾ അത്ര നീറ്റായിട്ട് തോന്നിയില്ല. ഞങ്ങളൊരു ഓട്ടോ ചേട്ടൻ വന്ന്, ഓട്ടോ ചേട്ടന്മാരും കുതിരവണ്ടി ചേട്ടന്മാരും എല്ലാവരും കൂടെ ഞങ്ങളെ പൊതിങ്ങിയിട്ട് അടി, അവർ തമ്മിൽ അടി. അവരോരോ പൈസ പറയും കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ അവർ പറയണ പൈസ അടുത്ത ആൾ പറയും. നമുക്കിതിൽ ആരുടെ കൂടെ പോകണമെന്നുള്ളതാവും കൺഫ്യൂഷൻ. അവരൊരു വില പറയും, നമ്മളൊരു റേറ്റ് പറയും. അങ്ങനെ പറഞ്ഞ് ഒരു ചേട്ടൻ്റെ ഓട്ടോയിൽ കയറിയിട്ട് ആ ചേട്ടനോട് പറഞ്ഞു നല്ലൊരു വെജ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നിടത്ത് നിർത്താൻ പറഞ്ഞു. അങ്ങനെ ചേട്ടൻ ഒരു കടയിൽ കൊണ്ടുവന്നു. വേദയ്ക്ക് ചായ, ഞങ്ങൾ കോഫിയൊക്കെ പറഞ്ഞായിരുന്നു. എന്നിട്ട് ചോള ഭട്ടൂര പറഞ്ഞു. ഞാനും വേദയും കൂടെ ആ പുള്ളി ഒരു ഇതിൽ 2 ഭട്ടൂര വരും എന്നുള്ള രീതിയിൽ പറഞ്ഞു. ശരിയെന്ന് ഞാൻ ആ 2 തരണേ എന്നുള്ള രീതിയിൽ ഞാനും പറഞ്ഞു. പുള്ളി കേട്ടത് 2 സെറ്റും കണ്ട തരാനാണ് പറയാൻ തോന്നുന്നു. മൊത്തം 4 ഭട്ടൂര ഉണ്ടായിരുന്നു കേട്ടോ. ഏട്ടനൊരു പൂരിയും പറഞ്ഞു. അവസാനം എല്ലാം കൂടെ ആയപ്പോൾ വയറ് നിറങ്ങിപ്പോയി. അപ്പോൾ ഇന്നും ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാകത്തില്ല എന്നാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിൽ നിന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ. ഫേമസ് കച്ചോളി എന്നെന്തോ പറഞ്ഞൊരു സാധനമുണ്ട്. ആ സാധനം കഴിക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല. നമ്മൾ താജ്മഹലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ കയ്യിൽ ചേഞ്ച് ഇല്ലായിരുന്നു, അതുകൊണ്ട് വാങ്ങാൻ പറ്റിയില്ല. അതിന് മധുരയിലൊക്കെ പോകുമ്പോൾ നിറയെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കഴിക്കാം. പക്ഷേ ഈ ചോള ഭട്ടൂരി നമുക്ക് പണി തന്നു മീൻസ് ഒരെണ്ണം ചോദിച്ചപ്പോൾ 2 വെച്ച് തന്നു. മൊത്തം 4 വേദയ്ക്ക് 2, എനിക്ക് 2. അതൊന്ന് ചെറിയൊരു പണി കിട്ടി. എന്തായാലും അത് ഇനി ഉച്ചയ്ക്ക് ആഹാരം കഴിക്കണ്ട എന്നുള്ള രീതിയിൽ ആ ഭട്ടൂര് വെച്ച് ഞങ്ങളങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഏട്ടന് പൂരിയും കഴിച്ചു. ഫുഡ് നല്ലതായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കോഫി ഓർഡർ ചെയ്തെങ്കിലും കോഫി കിട്ടിയില്ല. ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ഇരുന്നിട്ടും ആ കോഫി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഓട്ടോ ചേട്ടന്മാരൊക്കെ സമ്മതിക്കണം. ഞങ്ങൾ അവിടെ നിന്ന് താജ്മഹലിൽ നിന്ന് ആഗ്ര ഫോർട്ടിൽ നിന്ന് കയറിയിട്ട് റൂമിലാക്കി തരാൻ പറഞ്ഞു. 100 രൂപ പുള്ളി പറഞ്ഞു. ഞാൻ പറഞ്ഞു 50 പറഞ്ഞു. പുള്ളി പറഞ്ഞു ഇല്ല 60-ന് ആക്കി തരാമെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ 60 പറഞ്ഞ ആ വണ്ടിയിൽ കയറിയിട്ട് അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടെ നിർത്തി കേട്ടോ. നിർത്തി ഒരു അരമണിക്കൂറോളം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് സ്പെൻഡ് ചെയ്തു. എന്നിട്ട് ഇറങ്ങി റൂമിലെത്തിയ ശേഷം പുള്ളി 60 രൂപയും ഞങ്ങളുടെ നിന്ന് വാങ്ങിയുള്ളൂ. അതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാരണം നമ്മുടെ നാട്ടിലാണെങ്കിൽ വെയിറ്റിംഗ് ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് അതെന്തായാലും ഒരു 150 രൂപയെങ്കിലും വാങ്ങും കേട്ടോ, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അവർ പറഞ്ഞ വാക്കിനൊരു വില കൽപ്പിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് മനസ്സിലായി. ആ 60 രൂപ മാത്രമേ ആ ചേട്ടൻ വാങ്ങിയുള്ളൂ കേട്ടോ. അതുപോലെ ഞാനൊരു കമൻറ്റ് കണ്ടു, ഇവിടെ നിറയെ കള്ളന്മാരൊക്കെയാണ്, സൂക്ഷിക്കുക, അഴുക്ക ആൾക്കാരാന്നൊക്കെ പറഞ്ഞ് കണ്ടു. എനിക്ക് അത് ഫീൽ ചെയ്തില്ല, കാരണം നമ്മളൊരു നൈറ്റ് ഇവിടെ നിന്നിട്ടുള്ളൂ, അറിയത്തില്ല. പക്ഷെ നമുക്ക് അവരെ ബിഹേവ് ചെയ്യുന്ന എല്ലാം നല്ല രീതിയിലാണ് തോന്നിയത്. എസ്പെഷ്യലി ഈ ചേട്ടൻ്റെ ഒരു പെരുമാറ്റമൊക്കെ നമ്മുടെ നാട്ടിൽ ഒരിക്കലും വെയിറ്റിംഗ് ചാർജ് എന്നൊക്കെ പറഞ്ഞ ഒരു നല്ല രീതി ഡബിൾ ചാർജ് അവർ വാങ്ങും. പക്ഷേ ആ ചേട്ടനൊക്കെ ആ പറഞ്ഞ രീതിയിൽ തന്നെ വാങ്ങിച്ചു. നമ്മൾ ഓട്ടോയിൽ കയറിയാൽ അവർ നല്ല കാര്യമായിട്ടൊക്കെ സംസാരിക്കും കേട്ടോ. അതൊക്കെ എനിക്ക് നല്ലതായിട്ട് തോന്നി. പിന്നെ ഓരോരുത്തർക്കും കിട്ടുന്ന അനുഭവം ഓരോ രീതിയിലായിരിക്കാം. നമുക്കിവിടെ നല്ലൊരു അനുഭവമാണ് കിട്ടിയത്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. എന്നിട്ട് ഓട്ടോയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയ ശേഷം ഒരു ചായയും ഒരു ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചു കേട്ടോ. റൂമിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു കുഞ്ഞ് സ്ട്രീറ്റ് കണക്ക് ഉണ്ട്. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം. അവിടെ ഇറങ്ങിയിട്ട് ഒരു ചായയും ഒരു ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചു. ചായ അവിടെ പറഞ്ഞിട്ട് കിട്ടിയില്ല. അതിൻ്റെ ഒരു ക്ഷീണം മാറാനായിട്ട് വാങ്ങിയതാണ് ചായ. ബിസ്ക്കറ്റും നല്ല ബിസ്ക്കറ്റായിരുന്നു കേട്ടോ. ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചു. ഈ കോട്ടും സ്യൂട്ടും ഒക്കെ ഊരാത്തത് ഞാൻ പറഞ്ഞില്ല, ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ട് നമുക്കിനി ഒരു ഹെൽത്ത് ഇഷ്യൂ വരണ്ട എന്ന് കരുതിയിട്ടാണ് അത് ഊരാതെ അങ്ങനെ ഇട്ടിരിക്കുന്നത്. 12 മണിയൊക്കെ ആയെങ്കിലും ചെറിയ തണുപ്പ് പുറത്തുണ്ട്. സഹിക്കാൻ വയ്യാത്ത തണുപ്പല്ല, സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ തണുപ്പ് പുറത്തുണ്ട്. റൂമിലൊന്നും ഫാൻ പോലും ഇടേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് നല്ല തണുപ്പാണ്. നല്ലൊരു ക്ലൈമറ്റ്. ഞങ്ങൾക്ക് ഭാഗ്യമുണ്ട് കേട്ടോ. എന്തായാലും ഈ വീഡിയോ എഡിറ്റ് ചെയ്ത ശേഷം ഞാൻ മധുരയിലേക്ക് നമ്മൾ വിടുകയാണ്. എൻ്റെ ഡ്രീം പ്ലേസ്, ഞാൻ കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച വൃന്ദാവനത്തിലേക്ക്, കണ്ണൻ്റെ ജനന സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനി വരുന്ന വീഡിയോസൊക്കെ എത്രത്തോളം എങ്ങനെയൊക്കെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. മാക്സിമം എന്തായാലും ഞാൻ നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഒരു ദിവസം ഒരു വീഡിയോ ഒക്കെ ആയിരിക്കും. നെറ്റ്വർക്കിൻ്റെയും നമ്മൾ കാണുന്ന കാഴ്ചകളുടെയൊക്കെ ഒരു ഇതനുസരിച്ചിട്ടായിരിക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. എന്തായാലും ഒരു ദിവസം ഒരു വീഡിയോ ഉറപ്പായിട്ടും ഉണ്ടാവും.
അപ്പോൾ മാക്സിമം പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ഞാൻ ബാക്കി വൃന്ദാവനം വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അവിടുത്തെ ഫുഡ് സ്ട്രീറ്റും പ്രത്യേക തരം ഫുഡുകളും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ബാക്കി വൃന്ദാവനം വിശേഷം പുറകെ വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.